എല്ലായിടത്തും കനത്ത മഴ തുടരുകയാണ്. വടകര മേഖലയിലും കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്, തെങ്ങ് വീണിട്ടുണ്ട്, മതിലുകൾ ഇടിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള പല നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കുടുംബശ്രീ ഏറ്റെടുത്ത് നടത്തുന്ന ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം, എൻ്റെ പിറകിലായിട്ട് കാണുന്ന ഈ ഒരു കേന്ദ്രത്തിൻ്റെ മുൻവശം മഴയിലും കാറ്റിലും തകർന്നിട്ടുണ്ട്. 3 ജീവനക്കാരാണ് ഇവിടെ ഉള്ളത്. രാവിലെ ഇവർ വരാന്തയിൽ നിൽക്കുന്ന സമയത്താണ് ഇത് പൊട്ടി വീണത്. പക്ഷേ ഇവർ ഓടി രക്ഷപ്പെട്ടതിനാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ചായ കുടിക്കാനായി എത്തിയ ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് അപകടമുണ്ടായത്. വടകര നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗത്താണ് ഈ ഒരു കേന്ദ്രമുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതിൻ്റെ മുൻവശത്തെ ഭാഗമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. നഗരസഭ ആരോഗ്യ വിഭാഗം, എഞ്ചിനീയറിംഗ് വിഭാഗം ഉൾപ്പെടെ ഇവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനം അടയ്ക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ 11 മണിക്കത്തെ മഴയിൽ നല്ല കാറ്റുള്ള സമയമില്ലേനാ, നേരം ഞാൻ ക്ലീൻ ചെയ്യുന്നതിന് വെള്ളം ഇങ്ങനെ വരാന്തലായിട്ട് ആ സമയത്തായത് ഒരു ഭയങ്കര ശബ്ദം കേട്ട് ഞാൻ ഓടി ഇങ്ങ് വന്ന്. നമുക്കൊന്നും പറ്റിയിട്ടില്ല. ഈ വരാന്തയിലുള്ള ഇതപ്പട് നിലം പതിച്ച് ആൾ ഭയന്നു പോയി. 3 പേര്. ഒരാൾ ഇന്ന് ലീവേനു, നമ്മൾ 2 പേരേനുള്ള. പിന്നെ ഇവിടെ ആൾക്കാരുണ്ടേനു ആ സമയത്ത്. പിന്നെ ചായ കുടിക്കാൻ വന്നവർ ഓരും കൂടി സമാധാനിപ്പിച്ച്, അന്നേരം ഞാൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും മുനിസിപ്പാലിറ്റിയിൽ ഹെൽത്ത് വിഭാഗത്തിലെല്ലാം അറിയിച്ച് ഒരു വന്ന് നോക്കിയിട്ടുണ്ട്. ഒരു പിന്നെ അവയൊക്കെ അടച്ചു പൂട്ടിക്കളയാനാണ് പറഞ്ഞത്. അതിന് പക്ഷേങ്കിൽ വാതിലടക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള, അതിന് അതിൻ്റെ പണിക്കാരോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു വന്നു കഴിഞ്ഞാൽ ഞാളിത് അടച്ചു പോകും. ഭക്ഷണം ആർക്കെങ്കിലും ഭക്ഷണം സാധാരണ ഞങ്ങൾ കൊടുക്കുന്ന ആൾക്കാരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പാർസൽ കെട്ടി കൊടുക്കുക. പിന്നെ ഒരു 10-15 ചോറ് ഓരോരുത്തരോട് പണിക്കാറിലുള്ള സ്ഥലത്തേക്ക് ഓരോട് ഫ്രീ ആയിട്ട് എടുത്തോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുടുംബശ്രീ സംരംഭമായത്. നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ.